ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മാമാനത്ത് പോകുന്നതാണ്. മാമാനം കണ്ണൂരുകാർക്ക് അറിയായിരിക്കും മാമാനത്തമ്പലം. അപ്പം ചോറൂട് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ആദ്യം അമ്പലത്തിൽ പോകുന്നതാണ് ഗായ്സ്. അമ്മമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മേനെയും കൂട്ടിയിട്ട് ചെറിയൊരു ട്രിപ്പാക്കാന്ന് വെച്ച് വൈകുന്നേരം ഇറങ്ങാൻ നോക്കുന്നതാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൂടെ റെഡിയായി, ഞാൻ റെഡിയായി. ഹലോ ഗായ്സ്. നീ താഴെ വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് എന്നെ മസിൽ വിടണം എന്ന് പറയുന്നത്. അമ്മ റെഡിയായി ഗായ്സ്. വരാ വരാ. രാവിലെ കുടിച്ചിട്ടില്ല. നമ്മൾ എവിടെ പോകുന്നു? അത് എവിടെ പോകുന്നു? പുച്ഛം, ആസ്ഥാന പുച്ഛം. നമ്മൾ ഇറങ്ങണ ഗൈസ്. എന്താ ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങുന്നതാണ്. ഇവിടുന്ന് കുറച്ചെല്ലാം കുറച്ചെല്ലാം നല്ല വിശ്വാസം. ഒരിക്കറിയാൻ പോയിട്ടില്ല. ബാക്കി എല്ലാവരും പോയിന് കുറേ പ്രാവശ്യം. അതെന്ന് പൊന്നെ നോനോ, അത് നോനോ. ഫോൺ അഡിക്റ്റായി പോയി ഗൈസ്. എൻ്റെ ഫോൺ അഡിക്റ്റായി പോയി. ഓനെ കാണുന്നില്ല. തുറന്നിട്ടില്ലല്ലോ. നില മാറ്റിയില്ല. കൃഷ്ണ ഹാജർ. നമ്മുടെ അടുത്ത് പോകുന്ന ഗൈസ്. ഏതമ്പലത്തില് ഒന്നറിയില്ല. വെറുതെ കാറിൽ വിളിച്ച് അപ്പോൾ വന്ന് കയറിയിരുന്നേ. എന്നാലും പറഞ്ഞേ പോത്. ഇവര് സ്ഥലറിയില്ല. ഇവരെ കൂട്ടാട്ടാ. ഇവര് സ്ഥലറിയില്ലേ പോകുന്നേ. ആരോ വിളിച്ചു വന്ന് ഇനി നെയ്യൊരു കൂട്ടണ്ട. സ്ഥലറിന്നാളെ കയറ്റുള്ളൂ. കൂട്ടാന്നറിയോ? എനിക്കറിയോ സ്ഥലോ? നോക്കണേ വണ്ടി വരുന്നുണ്ടേ കൂട്ടാ. മുമ്പോട്ട് നോക്കണേ. ഇതാണ് വരുന്നേ. ഇത് കുപ്പായൊന്നും ഇടാണ്ട് നിന്നിനെ. ഇതിന് കുപ്പായ ഇടാൻ ഇത്രയോ? ആടൂനെ വിളിക്കുന്ന ഒരാള്. വേട്ടത്തിന് മാത്രം കൂട്ടുന്നില്ല. പാവം. രണ്ടാട്ടാ. വേണ്ടും വരെ എടുത്തോണ്ട് ഇത് വണ്ടി പാട്ടും സൗണ്ടും കൂട്ടി മിണ്ടാണ്ടിരിക്കുന്നു. അപ്പനെയും കൂട്ടി നമ്മള് വീട്ടില് കുറച്ച് കഴിഞ്ഞാൽ പറയാം ആപ്പനെ അനിയനാണ്. ഇതാണ് അമ്പലം ഗായ്സ്.
ഇതാ ഋതു, ഇതാ നോമ, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത്. നമ്മളങ്ങനെ മാമാനത്ത് എത്തി ഗായ്സ്, പാർക്ക് ചെയ്തു. ഇതാ ഒരു വികലാംഗനെയും കുട്ടി ഞാനിങ്ങനെ നടക്കണം. വികലാംഗു കരണ്ട് പോയതാ. നമ്മളിപ്പം ഉള്ളിൽ കയറാൻ നോക്കുന്ന നമ്മുടെ പുള്ളിയിൽ ഇടാൻ കാണുന്നില്ല. ഗൈസ് നമ്മൾ കയറിയിട്ട് വന്നു. ഭയങ്കര തിരക്ക് ഹറിബറിയായി പോയി, കാരണം നടയടക്കാനതിനും. ഇപ്പം ഒന്നും കറണ്ടൊന്നും ഇല്ല, കറണ്ട് ഇപ്പോൾ വന്നു. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, കാരണം ലാസ്റ്റ് എത്തിയ നമ്മളാണ് നടയടക്കാൻ പോകുന്നതായിരുന്നു. അതുകൊണ്ട് ഓടി തൊഴിലായിരുന്നു. തേങ്ങമുട്ടലൊക്കെ ഭയങ്കര സ്പീഡിലായിരുന്നു. അറിയാലോ, അവിടുത്തെ പ്രധാന ചടങ്ങാണ് തേങ്ങമുട്ടൽ എന്ന് പറഞ്ഞാൽ, മറികൊത്തൽ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനും ലാസ്റ്റാണ് നമ്മൾ എത്തിയത്. അതുകൊണ്ട് അതും ഭയങ്കര സ്പീഡായിരുന്നു ഭക്ഷണം കഴിക്കലല്ലോ. ആ ദിവസം അതിലിടക്ക് കരഞ്ഞു. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിക്കലാണ്. സമയമില്ല, തിരക്കായി പോയി, ലേറ്റായി പോയി വരുന്നത്. ഗൈസ് അങ്ങനെ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കുളമുണ്ട് ഇവിടെ. ഓ മൈ ഗോഡ്, കുളമുണ്ട് പോലും, ഞാൻ കണ്ടിട്ടില്ല. തിരിച്ചു പോവാണ് ഗൈസ്. നമ്മൾ കുളം കാണാൻ പോകുന്നത് അമ്മമ്മ ആദ്യമായിട്ടാണ് മാമാനത്ത് വരുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രത്യേകതയും കൂടിയിട്ട് ഗൈസ്. ഞാൻ കുളം ആദ്യമായിട്ട് കാണുന്നത്. മാമാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുളം കണ്ടിട്ടില്ല. നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് കുളം കാണാൻ പോകുന്നത്. ശരിക്കും നമ്മൾ പാർക്കിംഗ് വീടിയല്ലേ അമ്മേ? നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് വീടിയല്ലേ? പിന്നെ നമ്മളെന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നു? ഓ അങ്ങനെയുണ്ട്. ഇതാണ് കുളം ഗൈസ്. രാത്രിയാണൊന്നും കാണുന്നില്ല. ഇതാ ഇതിൽ കൂടെ സ്റ്റെപ്പ് ഉണ്ട്. ആ ഇറങ്ങണ്ട, ഒന്ന് കണ്ടിട്ട് ഇതാക്കിയ. ആ ദേവീൻ്റെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പെയാണ് ഗൈസ് ഇവിടെ മോഹൻലാൽ വന്ന്. മോഹൻലാലൊക്കെ വന്ന ക്ഷേത്രമാണ്. ആ ഇതുണ്ട്. നമ്മളിത് ക്യൂ ഒന്നും നിന്നിട്ടില്ല. ആ ക്യൂ നിന്നിട്ടില്ലല്ല. അത് 2 ഭാഗത്തേക്ക് വെക്കണ്ടേ? ഞാനും അങ്ങനെ തന്നെ വെച്ചിരുന്നു. മോഹൻലാലിനും വന്ന ക്ഷേത്രമാണ് ഗൈസ്. കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ച മോഹൻലാൽ വന്ന് ഇടാ. ഓമേ തേങ്ങയെല്ലാം കൊത്തിയിട്ട് പോയത്. നമ്മളാർന്നാ തേങ്ങ കൊത്തിയ. വീണു പോയാ? ഋതുവിന് ഹായ് ഗൈസ്, നമ്മൾ പോവാണ് പറയാൻ പറഞ്ഞു ഓക്കടാ, നമ്മൾ പോവാണ് ഗൈസ്. അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് വെടിക്കെട്ട് പൂരം കഴിഞ്ഞ് അമ്മമ്മ നാളെ എന്നിട്ട് നോക്കുന്നത്. അമ്മമ്മ അങ്ങോട്ടേക്ക് പോയി. അമ്മമ്മക്ക് സ്റ്റെപ്പ് കയറാൻ കഴിഞ്ഞിട്ട് ഒരാളിതാ പോകുന്നു, പോകുന്നു. അപ്പോൾ ഇതാഹെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതാണ്. പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ട് എല്ലാം തിരക്കായി പോയി. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു ദിവസം